പക്ഷെ എങ്ങനെ ചേച്ചിക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നു? ഒന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ അവരെ നന്നായി കേൾക്കും. പകുതി പ്രശ്നങ്ങളും ഇമോഷണൽ അല്ലേ, സ്ട്രെസ്. ശരിക്കും കുട്ടി ഉണ്ടാവാത്തവർ കരയും. എന്നോട് പറയുന്നത് എന്നാ, ചേച്ചി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് 10 വർഷം കഴിഞ്ഞ കൊച്ചുണ്ടായേ, പക്ഷെ എന്നെ കാണുമ്പോൾ അവരത് ചോദിക്കും, ഇങ്ങനെ നടന്നോ, കളിച്ചു നടന്നോ, പിള്ളേർ ഒന്നും വേണ്ടല്ലോ, കളിച്ചു നടന്നോ. എല്ലാവരുടെയും ഞാൻ ചോദിക്കുന്ന, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന അവരുടെ പല കാര്യങ്ങൾ, പല രഹസ്യങ്ങൾ എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ അവർക്ക്? പക്ഷെ അവർ പുറത്തിറങ്ങി കഴിയുമ്പം റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ എങ്ങനെയാ വിലയിരുന്നത്? കളിച്ചു തിരിച്ച് നടന്നോ, പിള്ളേരും വേണ്ട, ഒന്നും വേണ്ട ചേച്ചി. എന്നിട്ട് അവർ കരയുക. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ചേച്ചി, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇങ്ങനെ ചേച്ചിയേ ഉള്ളൊരു രക്ഷ, എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. അപ്പം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മെഡിക്കൽ സയൻസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്തിട്ട് ഒന്നുമല്ല, ഞാനൊരു ശ്രമം നടത്തി നോക്കുക. ഏതാ? ഭക്ഷണ ജീവിത സാഹചര്യങ്ങളെ അവർക്ക് അനുകൂലമാക്കിക്കൊണ്ട് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? അതിൽ പ്രകൃതിയെ മുൻനിർത്തി, അവർ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ മുൻനിർത്തി നമ്മൾക്കറിയാവുന്ന ഏറ്റവും ചെറിയൊരു അറിവിനെ കൊടുക്കുകയാണ്. എൻ്റെ പോർഷനിൽ ഞാൻ എപ്പോഴും പറയും, ബിലോ 5% ഞാൻ പറയുള്ളൂ.